നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് നമ്മുടെ ശ്രദ്ധ നമുക്ക് തിരിക്കാം. 6-ാം അധ്യായമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനംപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പിറുപിറുത്തു. 12 ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങൾ തന്നെ തിരഞ്ഞുകൊള്ളുവീൻ, അവരെ ഈ വേലയ്ക്ക് ആക്കാം. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കുമെന്ന് പറഞ്ഞു. ഈ വാക്ക് കൂട്ടത്തിനൊക്കെയും ബോധ്യമായി. വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തേഫാനോസ്, ഫിലിപ്പോസ്, പ്രൊക്കരോസ്, നിക്കനോർ, തിമോൻ, പർമനാസ്, യഹൂദ മതയനുസാരിയായ അന്ത്യോക്യക്കാരൻ നിക്കലവോസ് എന്നിവരെ തെരഞ്ഞെടുത്തു. അപ്പോസ്തലന്മാരുടെ മുൻപാകെ നിർത്തി അവർ പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു. ദൈവവചനം പരന്നു. യെരുശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു. ഈ ഭാഗമാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദൈവസഭയിൽ ഉള്ള എല്ലാവരും ഈ ഭാഗം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. 1-ാം വാക്യത്തിൻ്റെ തുടക്കം ശ്രദ്ധിക്കുക. ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ. അപ്പോസ്തല പ്രവൃത്തി ഒരു ചരിത്ര പുസ്തകമാണ്. ഏകദേശം 30 വർഷത്തെ സഭയുടെ വളർച്ചയുടെ ചരിത്രമാണ്. 2-ാം അധ്യായത്തിലാണ് പുതിയ നിയമസഭ സ്ഥാപിക്കപ്പെടുന്നത്. കാത്തിരുന്ന ഏകദേശം 120 പേരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളും ആത്മാക്കൾ വിടുവിക്കപ്പെടുന്നതും ദൈവസഭ വളരുന്നതുമാണ് 28 അധ്യായങ്ങളിൽ എഴുത്തുകാരൻ ലൂക്കോസ് രേഖപ്പെടുത്തുന്നത്. സഭ വളർച്ച വളരെ അനുഗ്രഹമാണ്. സഭ വളരണം. പക്ഷേ സഭാ വളർച്ചയോടുകൂടെ പിശാചിൻ്റെ അറ്റാക്കുകളും ദൈവസഭയ്ക്കുണ്ടാകും. അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. അത് ലോകവ്യാപകമായി ദൈവം ഉപയോഗിക്കുന്ന എല്ലാ പ്രാദേശിക സഭകൾക്കും അതുണ്ടാകാം. ഇവിടെ യെരുശലേം സഭയിലുണ്ടായി. അത് ഇന്ന് പകൽ നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സ് മടുത്തു പോകാനല്ല, പിശാചിൻ്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കി നമ്മൾ ആ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വിഷയം മനസ്സിലാക്കുന്നത്. സഭാചരിത്രത്തിൽ പിശാചിൻ്റെ ധാരാളം തന്ത്രങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പം ഇതിൻ്റെ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റൂടെ പറയാം. ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ എന്ന് പറയുന്നു. ഏത് കാലത്ത്? 6-ാം അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെ ആയതുകൊണ്ട് 5-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 5-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗവും ഈ 6-ാം അധ്യായത്തിൻ്റെ ഈ ആദ്യ ഭാഗവും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. നോക്കിയ 5-ാം അധ്യായത്തിൻ്റെ 40 മുതൽ 42 വരെയുള്ള വാക്യം. അവർ അവനെ അനുസരിച്ചു, അപ്പോസ്തലന്മാരെ വരുത്തി അടുപ്പിച്ചു. ഇനി യേശുവിൻ്റെ നാമത്തിൽ സംസാരിക്കരുത് എന്ന് കൽപ്പിച്ചവരെ വിട്ടയച്ചു. തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചും കൊണ്ട്
ന്യായാധിപ സംഘത്തിന്റെ മുൻപിൽ നിന്ന് പുറപ്പെട്ടുപോയി. പിന്നെ അവർ ദിനംപ്രതി ദേവാലയത്തിലും വീടുതോറും വിടാതെ ഉപദേശിക്കുകയും യേശുവിനെ ക്രിസ്തു എന്ന് സുവിശേഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. കണ്ടിന്യൂസ്ലി. അധികാരികൾ അവരെ അടിച്ചതിന്റെ കാരണം ഇവർ സുവിശേഷം പറയുന്നു. അടി കൊണ്ടപ്പോൾ അവരുടെ പ്രതികരണം അവര് റിജോയ്സ് ചെയ്തെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവര് സന്തോഷിച്ചു എന്നതാണ്. The apostles left the Sanhedrin rejoicing because they had been counted worthy of suffering disgrace for the name. ഞങ്ങൾക്കിങ്ങനെ അടികൊള്ളാൻ ഞങ്ങളെ തെരഞ്ഞെടുത്തല്ലോ എന്നോർത്ത് അവർ സന്തോഷിച്ചെന്ന്. അവരതൊരു ഭാഗ്യമായിട്ടാണ് അവർ കണ്ടത്. എന്നിട്ട് എന്തിനാണ് അടിച്ചത്? ഈ നാമത്തിൽ ഇനി മിണ്ടിപ്പോകരുത്. പക്ഷെ അവർ വീട് തോറും കയറി സുവിശേഷം പറയാൻ തുടങ്ങി. ഇനി 6-ാം അധ്യായത്തിനെ ഒന്നുമായിട്ട് കണക്ട് ചെയ്യണം. അങ്ങനെയാണ് ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വന്നത്. അവിടെ തന്നെ നമ്മളൊന്ന് നിന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. കഴിഞ്ഞ ഞായറാഴ്ച നമ്മളെല്ലാം ഇവിടെ കൂടി വന്നു, സന്തോഷത്തോടെ ദൈവവചനം ധ്യാനിച്ചു. ഒരാഴ്ച കഴിഞ്ഞു, അടുത്ത ഞായറാഴ്ച നമ്മൾ വന്നിരിക്കുകയാണ്. എത്ര പേരോട് സുവിശേഷം പറഞ്ഞു എന്നുള്ളത് ആരും കൈവക്കണ്ട, അവരവരത് ചിന്തിക്കുക. ഓ, നിങ്ങളുടെ ആർഗ്യുമെന്റ് മനസ്സിലായി. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പാസ്റ്ററെ രാവിലെയും വൈകിട്ട് ഉപവാസ പ്രാർത്ഥനയാണ്, ഇതിനിടയ്ക്ക് എങ്ങനെയാണ് സുവിശേഷം പറയുന്നത്? ശരി, ഈ ഒരു മാസം ആരോടെങ്കിലും പറഞ്ഞോ? അല്ല, ജാനുവരി മുതൽ ഈ വർഷം ആരംഭിച്ചത് മുതൽ ഒന്ന് ചിന്തിച്ചാൽ എത്ര പേരോട് പറഞ്ഞു? പ്രതികൂല സാഹചര്യത്തിൽ വീടുകൾ കയറി സുവിശേഷം പറഞ്ഞു. രക്ഷ അനുഭവിച്ചിട്ടുള്ളവർക്ക് രക്ഷയുടെ സന്ദേശം പറയാതിരിക്കാൻ കഴിയുകയില്ല. അതാരും നിർബന്ധിച്ചിട്ടുമൊന്നുമല്ല. രക്ഷയുടെ സന്ദേശം കേട്ട് യേശുക്രിസ്തുവിൽ അർപ്പിക്കുന്ന വിശ്വാസത്താൽ വ്യക്തിപരമായി നിത്യജീവൻ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി അത് കൈമാറും. ഒരു കാര്യം ഞാൻ പറയാം, സുവിശേഷം പറയുന്നില്ലെങ്കിൽ നമ്മൾ പാപം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതിശയം തോന്നുന്നു, ഇലക്ഷന്റെ ഈ കാലഘട്ടത്തിൽ ഒരു മടിയുമില്ല അവർക്ക് അവരുടെ പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് കവലപ്രസംഗം നടത്തണോ, വാൾ പോസ്റ്റർ ഒട്ടിക്കണോ, എന്തും സഹിക്കണോ. കഴിഞ്ഞ ദിവസം ഈ നാട്ടുകാരനൊരാളിനെ രാവിലെ പോയപ്പോൾ കണ്ടതാ. രാത്രിയിൽ ഞങ്ങൾ യോഗം കഴിഞ്ഞ് വരുമ്പോൾ അദ്ദേഹം കഠിന അധ്വാനം നടത്തുകയാണ്. വ്യക്തിപരമായി എനിക്കറിയാമെന്ന ആളാണ്. അവർക്കൊരു ലജ്ജയുമില്ല, അവർക്കൊരു മടിയുമില്ല. ഞാനിപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അദ്ദേഹം ഒരു വലിയ പണക്കാരനൊന്നുമല്ല. ഇങ്ങനെ നടന്നാൽ ഒക്കെ എന്ന് ചോദിച്ചാൽ അദ്ദേഹം ജീവൻ കൊടുക്കാൻ തയ്യാറാണതിന്. നിലനിൽക്കാത്ത ഒരു രാജ്യത്തിന് വേണ്ടി കഠിന പ്രയത്നം നടത്തുന്ന ആളുകളെ കണ്ടിട്ടെങ്കിലും നിലനിൽക്കുന്ന രാജ്യത്തിന് വേണ്ടി കർത്താവിന്റെ വചനം പറയുവാൻ നമ്മളിൽ ഉത്സാഹം വരണം. ദൈവസഭയ്ക്ക് എന്തു പറ്റിപ്പോയി? നമ്മുടെ കുഞ്ഞുങ്ങൾ, പ്രായമുള്ളവർ, യൗവനക്കാര് സുവിശേഷത്തിന്റെ വക്താക്കളായി മാറണം. ഒരു ഷോപ്പിൽ ചെന്നാൽ ഉടൻ തന്നെ ഇവിടെ എനിക്ക് ദൈവവചനം പറയണം. പാർട്ടിയിലെ ആളുകൾ വരുന്നു, അവർ പറഞ്ഞു ഞങ്ങൾ ഇന്ന് വീട് സന്ദർശനമാണ്. നല്ല പരിചയമുള്ള വാക്കാത്, വീട് സന്ദർശനം. നമ്മളും ഇതല്ലേ പറയുന്നത്, വീട് സന്ദർശനം. അവരോട് എനിക്ക് എങ്ങനെ നിത്യമായ ദൈവരാജ്യത്തെക്കുറിച്ച് പറയാൻ കഴിയും? സ്തോത്രം. അടി കൊണ്ട് ഉള്ള ആളുകളുടെ പ്രതികരണം അവർക്ക് സന്തോഷമുണ്ടായി. എന്നിട്ട് അവര് വീട് തോറും സന്ദർശിച്ച് സുവിശേഷം പറയും. അതെന്താണ്? അവരിത് അനുഭവിക്കുന്നതല്ലേ. അവരെ കർത്താവ് വിടുവിച്ചതാണ്, രക്ഷിച്ചതാണ്. അവർ അക്ഷരാർത്ഥത്തിൽ അത് അനുഭവിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ അടി കൊള്ളുമ്പോ സന്തോഷിക്കാൻ ഒക്കത്തില്ല.
കർത്താവിന്റെ നാമത്തിന് വേണ്ടി അപമാനം സഹിച്ചല്ലോ എന്നോർത്ത് they rejoiced. സ്തോത്രം. സുവിശേഷം പറയാതെ സഭാ വളർച്ചയില്ല. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 47-ാം വാക്യത്തിൽ രക്ഷിക്കപ്പെട്ടവരെ ദിനംപ്രതി ദൈവം സഭയോട് ചേർത്തു. യെരുശലേം സഭ നിരന്തരമായി സുവിശേഷം പറയുന്ന സഭയായിരുന്നു. ഡെയിലി എവ്രിവൺ ഇൻവോൾവ്ഡ്. ഇനി ഒരു ഘട്ടം വന്നപ്പോ അപ്പോസ്തലന്മാർ ഒഴികെ ആളുകൾക്ക് അവിടുന്ന് ചിതറിപ്പോകേണ്ടി വന്നു. അങ്ങനെയൊക്കെ സാഹചര്യം ഉണ്ടായി. ചിതറിപ്പോയവർക്ക് ഒരു കംപ്ലൈന്റും ഇല്ല. പോയവർ സുവിശേഷം പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിലും 11-ാം അധ്യായത്തിലെ 19 വാക്യങ്ങളിലൊക്കെ നമുക്കത് കാണാൻ കഴിയും. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊന്നതിനെ തുടർന്ന് ദൈവസഭയ്ക്ക് അതികഠിനമായ പീഡനമുണ്ടായി. ആളുകൾ അവരുടെ ദേശം വിട്ട് ഓടുകയാണ്. പക്ഷെ പോയവര് ദൈവവചനം പ്രസന്റ് ചെയ്ത് സഭകൾ സ്ഥാപിച്ചു. ഞാൻ ഈ ഭാഗം വിടുന്നതിന് മുമ്പ് പറയാം, ഇന്ന് ഞാൻ ഈ പറയുന്ന കാര്യത്തിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. നാളെ നിത്യതയിൽ യേശു കർത്താവിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ ഇറ്റ് വിൽ ബി ടു ലേറ്റ്. അന്ന് നിങ്ങൾ എന്നെ നോക്കും, നിങ്ങൾ പറയും വാട്ട് യു സെഡ് വാസ് റൈറ്റ്. ഓരോ ദിവസത്തെയും കണക്ക് നമ്മൾ എണ്ണിക്കൊടുക്കേണ്ട ഒരു ദിവസം വരുന്നു. നമ്മൾ ചിലവഴിക്കുന്ന പണം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമയം, ഇതിനെല്ലാം കണക്ക് കൊടുക്കും. CT സ്റ്റഡ്സ് പറഞ്ഞത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഇടയിൽ ഒരാപ്തവാക്യം പോലെ ഞാൻ കേൾക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഒരു ആയുസ്സേ ഉള്ളൂ നമുക്ക്. കർത്താവിന് വേണ്ടി ചെയ്തത് മാത്രം നിലനിൽക്കും, ബാക്കിയെല്ലാം സീറോ. ഡോണ്ട് വേസ്റ്റ് യുവർ ലൈഫ്. സ്തോത്രം. അപ്പൊ സഭാ വളർച്ച ഉണ്ടായി. അതിന്റെ കാരണം അപ്പോസ്തലന്മാർ പബ്ലിക്കായിട്ടും അവർ പ്രസംഗിച്ചു. അവരുടെ ഇടയിൽ ഉപദേശമുണ്ടായിരുന്നു. ദൈവവചനത്തിന് പ്രാധാന്യത കൊടുത്തു. ദൈവസഭ വളർന്നു. ഇനിയും ആ 1-ാം വാക്യത്തിൽ മറ്റൊരു പ്രയോഗം. ആ കാലത്ത്, അതായത് അടികൊണ്ട് ഉപദ്രവം സഹിച്ച് അവർ ശുശ്രൂഷിക്കുകയാണ്. അങ്ങനെ സഭാ വളർച്ച ഉണ്ടായി. ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ എന്നാണ് ആ വാക്ക്. കണ്ടോ, ആദ്യമായിട്ടാണ് അപ്പോസ്തല പ്രവൃത്തികളിൽ ശിഷ്യന്മാർ എന്ന ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ വാക്കിന്റെ അർത്ഥം പഠിക്കുന്നവൻ. രക്ഷയിലേക്ക് ദൈവം സുവിശേഷത്താൽ നമ്മളെ കൊണ്ടുവരുന്നത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ പൂർത്തീകരണമല്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവർ നിരന്തരമായി ദൈവത്തിന്റെ വചനം പഠിച്ച് യേശുവിന്റെ അനുയായികളായി മാറണം. ഇതായിരുന്നു 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭയുടെ പരിചയം. കേവലം കൺവേർട്സ് അല്ല, അവരെ ശിഷ്യരെ പരിശീലിപ്പിക്കുകയായിരുന്നു. ശിഷ്യന്മാരാണ് പെരുകുന്നത്. സ്തോത്രം. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോഗമാണ്. അപ്പൊ 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭ, യെരുശലേം സഭ പ്രാധാന്യത കൊടുത്തത് ഈ പുതിയ കൺവേർട്സിനെ ശിഷ്യരാക്കണം. ഈ ദർശനമാണ് NLAGക്കുള്ളത്. നാണയത്തിന്റെ ഒരു വശമാണ് സുവിശേഷീകരണം. ഗ്രേറ്റ് കമ്മീഷൻ എന്ന നാണയത്തിന്റെ 2 വശങ്ങളാണ് ഞാൻ പറയുന്നത്. സുവിശേഷത്തിൽ ഒരിക്കലും മടുപ്പുണ്ടാകല്ല്. സുവിശേഷം കേട്ടൊരുവൻ രക്ഷിക്കപ്പെട്ടാൽ നാണയത്തിന്റെ മറുവശം അവനെ കൃത്യമായി യേശുവിന്റെ എല്ലാ കൽപ്പനകളും അവനെ പറഞ്ഞ് പഠിപ്പിക്കുക മാത്രമല്ല, യേശു അവിടുത്തെ ഐഹിക ജീവിതത്തിൽ ജീവിച്ച ജീവിത ശൈലി തിരുവഴുത്തിലൂടെ അവർക്ക് പറഞ്ഞു കൊടുത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ അതനുസരിക്കാൻ പ്രേരിപ്പിക്കണം. അതാണ് സഭ. ശക്തമായ സുവിശേഷീകരണത്തിൽ ആത്മാക്കൾ ദൈവസഭയിലേക്ക് വന്നു. അത് നാണയത്തിന്റെ ഒരു വശമാണ്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19-20 വാക്യം നോക്കിക്കേ. ഈ പുതിയ കൺവേർട്സിനെ അവരെന്ത് ചെയ്തു? ഉയർത്തെഴുന്നേറ്റ കർത്താവ്
ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന നിർദ്ദേശമാണ്, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. എന്തിനാണ് LLAGയിൽ എല്ലാ മീറ്റിങ്ങിലും ദൈവവചന പഠനം? ടു മേക്ക് ഡിസൈപ്പിൾസ്. ശിഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ശിഷ്യൻ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ അനുയായി. യേശു എല്ലാവരെയും വിളിക്കുന്നത് ഫോളോ മീ, എന്നെ അനുഗമിക്കുക. അതിൻ്റെ അർത്ഥം യേശുവിൻ്റെ ജീവിത ശൈലി അനുഗമിക്കാൻ വേണ്ടിയാണ് ഈ രക്ഷയുടെ അനുഭവത്തിൽ ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരുപാട് പേര് ചിന്തിച്ചിരിക്കുന്നത് രക്ഷിക്കപ്പെട്ട് ഇനി സ്വർഗത്തിലോട്ട് പോവാന്ന്. അപ്പൊ ഈ സ്വർഗത്തിൽ പോകുന്നതിന് മുമ്പ് എന്താ ഭൂമിയിൽ ഈ പരിപാടി? ടു ബി കൺഫോം ടു ദ നേച്ചർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അത് കൃത്യമായിട്ട് ദൈവസഭയിലുള്ള എല്ലാവരും ഇത് മനസ്സിലാക്കണം. അല്ല ഞായറാഴ്ച വന്നൊരു മെസ്സേജ് കേട്ടു, കുറച്ചു പേര് ഒരു കുറിപ്പുണ്ടാക്കി, എന്നിട്ട് നമ്മൾ പോകുന്നതല്ല. യുവർ ലൈഫ് മസ്റ്റ് ബി ട്രാൻസ്ഫോംഡ്. അതൊരു പ്രോസസ്സാണ്, വിശുദ്ധീകരണത്തിന്റെ പ്രോസസ്സാണ്. ക്രൂശെടുത്ത് അനുദിനം അനുഗമിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഒരു ദിവസം നാം കർത്താവിനെ നേർക്കുനേർ കാണുമ്പോൾ നമ്മൾ അവനെ പോലെയാകും. പ്രൈസ് ദി ലോർഡ്. യെരുശലേം സഭയിൽ ശിഷ്യന്മാർ വർദ്ധിച്ചു, കേവലം കൺവേർട്സ് അല്ല. സുവിശേഷം പറഞ്ഞ ആളുകൾ രക്ഷയിലേക്ക് വന്നു കഴിഞ്ഞ് കാട്ടിയായിട്ട് പണിയെടുത്തവര് എന്താണ്? ദൈവവചനം പഠിപ്പിക്കുക. മേക്കിംഗ് ദം ഡിസൈപ്പിൾസ്. ദ ഗോൾ ഓഫ് ദ ചർച്ച് ഈസ് ടു മേക്ക് ഡിസൈപ്പിൾസ്. ദൈവസഭയുടെ ലക്ഷ്യം ശിഷ്യരെ ഉളവാക്കുക. അതാണ് NLAG ഏറ്റെടുത്തിരിക്കുന്നത്. The goal of a disciple is to become like Jesus Christ. ശിഷ്യന്റെ ഉത്തരവാദിത്തം എന്താ? ലക്ഷ്യമെന്താ? യേശുവിനെ പോലെയാകുക. കുടുംബജീവിതം ശോധന ചെയ്ത് നോക്ക്. പ്രാക്ടിക്കലാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പറഞ്ഞ ഒരു മെസ്സേജാണ്. ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി വരുമ്പോൾ ഇറ്റ് ഈസ് പ്രാക്ടിക്കൽ. കുടുംബജീവിതത്തിൽ ലൈക്ക് ജീസസ്, മാതാപിതാക്കളുടെ റോളിൽ ലൈക്ക് ജീസസ്, സമൂഹത്തിൽ താമസിക്കുമ്പോൾ നാട്ടുകാരുമായി ലൈക്ക് ജീസസ്, അയൽവാസികൾ നമ്മുടെ റോൾ ലൈക്ക് ജീസസ്. അതിനു വേണ്ടിയാണ് ഈ രക്ഷയിലേക്ക് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. അല്ലാതെ വന്നു രണ്ട് പാട്ട് പാടി കൈയൊന്ന് കൊട്ടിയിട്ട് പിന്നെ ഒരു പ്രസംഗം കേട്ടു. പണ്ടൊരിക്കൽ ഒരാൾ പറഞ്ഞു, പാസ്റ്റേഴ്സ് പ്രൊഫഷണൽസ് അല്ലേ, അവരിനിയും പ്രസംഗിച്ചു നോക്കൂ. എന്താണ് നമ്മുടെ പ്രൊഫഷനാണെന്ത്? എന്ത് ചെയ്യും? സ്തോത്രം. അപ്പൊ പാസ്റ്ററുടെ ശമ്പളം കിട്ടണേ എന്ത് വേണം? പ്രസംഗിക്കണം. അതിന് ഉള്ളി 1 മണിക്കൂർ പ്രസംഗിക്കും. ആ തെറ്റിദ്ധാരണയൊക്കെ മാറണം. അങ്ങനെ ആരും ധരിക്കണ്ട. അതിനല്ല നമ്മൾ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്. ഞാൻ നിങ്ങളെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ കാണിക്കാം. അപ്പൊ ശിഷ്യന്മാരാണ് വരിക. നോക്കിയാ 1-ാം വാക്യം, അതിന്റെ ആദ്യ ഭാഗം ഒന്ന് വായിച്ചേ. ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ. മതി. 7-ാം വാക്യം നോക്കിയേ. ദൈവവചനം പരന്നു, യെരുശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. മൾട്ടിപ്ലൈ ചെയ്തു. 1-ാം വാക്യത്തിലും 7-ാം വാക്യത്തിലും ശിഷ്യന്മാരുടെ എണ്ണം പെരുകയാണ്, ശിഷ്യന്മാർ വർദ്ധിക്കുകയാണ്. ഇതിനിടയ്ക്കാണ് ഈ വർദ്ധനവിനെതിരെ ശത്രുവിന്റെ പോരാട്ടം ഉണ്ടായത്. അതാണ് എനിക്ക് പ്രധാനമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ ആ പോരാട്ടത്തെ ഈ ആത്മനിറവുള്ള നേതൃത്വവും സഭയും നേരിട്ട പോരാട്ടത്തെ തോൽപ്പിച്ചത് കൊണ്ടാണ് 7-ാം വാക്യത്തിൽ ആ പോരാട്ടം അവരെ ഏൽക്കാതെ പിന്നെയും ചർച്ച് വളരാൻ തുടങ്ങി. ദ ചർച്ച് വിൽ ഗ്രോ. തിരുവല്ലയിലും ഗ്രോ ചെയ്യും, കടപ്രയിലും ഗ്രോ ചെയ്യും. എന്നാൽ നാം ശത്രുവിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയണം. 1-ാം വാക്യത്തിൽ അത് പറയുന്നുണ്ട്, the number of disciples was increasing. 7-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, the number of disciples in Jerusalem increased rapidly.
ഇതിനിടയ്ക്കാണ് സഭയെ തകർക്കാനുള്ള തന്ത്രം. നമ്മളത് മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവസഭ വളരുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാം. നോക്കിയ 1-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം, അവിടെയാണ് ഒരു പ്രശ്നം വെളിപ്പെടുന്നത്. തങ്ങളുടെ വിധവമാരെ ദിനംപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പിറുപിറുത്തു. ഇതൊരു കൊച്ചു സഭയൊന്നുമല്ല കേട്ടോ, ആയിരക്കണക്കിന് വിശ്വാസികളുള്ള സഭയാണ് യെരുശലേം സഭ. അങ്ങനെ ഒരു വളർച്ചയൊക്കെ വന്നാൽ ഓട്ടോമാറ്റിക്കലി പ്രശ്നങ്ങൾ ആ സഭയിൽ ഉണ്ടാകാം. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ വെളിപ്പെടുമ്പോൾ ഇത് മുതലെടുത്തുകൊണ്ട് പിശാച് ദൈവസഭയെ അറ്റാക്ക് ചെയ്യും. അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ വായിക്കുമ്പോൾ ശത്രുവിൻ്റെ ഈ തന്ത്രങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഞാൻ വേഗത്തിൽ ഒരു 3-4 എണ്ണം പറയാം, എന്നിട്ട് ഈ 6-ാമത്തെ അധ്യായത്തിൽ ഉള്ള കാര്യത്തിൽ നമുക്ക് കേന്ദ്രീകരിക്കാം. 1, ശത്രുവിൻ്റെ ഒരു പ്രധാനപ്പെട്ട തന്ത്രമാണ് ഫിസിക്കൽ വയലൻസ്, പെർസിക്യൂഷൻ, ഉപദ്രവങ്ങൾ അഴിച്ചുവിടുക. യെരുശലേം സഭ അത് ശക്തമായി അനുഭവിച്ചവരാണ്. ഒരു ഘട്ടം വന്നപ്പോൾ അവിടെയുള്ള പലർക്കും നാടുവിടേണ്ടി വന്നു. അത്ര ക്രൂരമായ ശക്തമായ പീഡനം അവർക്ക് ഉണ്ടായി. 2-ാമത്തെ ഒരു കാര്യം 5-ാം അധ്യായത്തിൽ ധാർമ്മികമായ ഒരഴിമതി അല്ലെങ്കിൽ ധാർമ്മിക ചില വിട്ടുവീഴ്ചകൾ അവിടെ കടത്താൻ ശത്രു ഒരു തന്ത്രം പ്രയോഗിക്കുന്നു. 3-ാമത്തെ ഒരു തന്ത്രം ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നേതൃത്വത്തിന്റെ ശ്രദ്ധ വ്യതിചലിപ്പിക്കുക അവരുടെ പ്രധാന ശുശ്രൂഷയിൽ നിന്ന്. അതോടൊപ്പം സഭയിൽ ഭിന്നതയിട്ട് സഭയെ സ്പ്ലിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അവിടേക്കാണ് നമ്മൾ വരുന്നത്. 4-ാമത്തെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. 8-ാം അധ്യായത്തിൽ ശിമോൻ എന്ന് പേരുള്ള ഒരു മന്ത്രവാദി, ഫിലിപ്പോസിന്റെ പ്രസംഗം കേട്ടി മനുഷ്യൻ കർത്താവിൽ വിശ്വസിച്ചു, സ്നാനപ്പെട്ടു. പക്ഷെ പിന്നീട് നമ്മൾ അതങ്ങോട്ട് പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇവൻ കളയായിരുന്നു. അങ്ങനെയുള്ളവർ സഭയിലുണ്ട്. ലാസ്റ്റിൽ വളരെ ശക്തമായ ഭാഷയിലാണ് പത്രോസ് ഈ മനുഷ്യനെ ശാസിക്കുന്നതായിട്ട് കാണുന്നു. അവന് വേണ്ടത് പത്രോസും യോഹന്നാനും കൈവെക്കുമ്പോൾ ആത്മാവ് ലഭിക്കുന്നു. പുള്ളി പൈസയുമായിട്ട് വന്നിരിക്കുന്ന തണ്ട വരദാനം എനിക്കിവിടെ തരണമെന്ന്. പിന്നെ ഞാൻ കൈവെക്കുന്നിടത്തൊക്കെ എന്ത് ചെയ്യണം? ആത്മാവ് വരണം. വളരെ ശക്തമായ ഭാഷയിലാണ് പത്രോസ് പറയുന്നത് അവനോട്. അപ്പൊ ഇതെപ്പോഴും ഓർത്തോണം, കള കൊണ്ട് വിതയ്ക്കുന്ന ശത്രുവിൻ്റെ ഒരു അടവുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇതാദ്യമൊക്കെ പമ്മിയൊക്കെ ഇരിക്കും, പക്ഷെ കറക്റ്റ് ടൈം ആകുമ്പോൾ ഇവൻ വെളിപ്പെടും. ഇവൻ അല്ലെങ്കിൽ ഇവൾ അല്ലെങ്കിൽ കുടുംബം വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. പിശാചിന്റെ തന്ത്രങ്ങളെ നാം അറിയാതെ ഇരിക്കരുത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രാറ്റജി എന്ന് പറയുന്നത് പെർസിക്യൂഷനാണ്, ഉപദ്രവം. ഭാരതത്തിൽ ഉടനീളം ഇപ്പോൾ നടക്കുകയാണ്. 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 31 വരെ, 5-ന്റെ 17 മുതൽ 41 വരെ, ഇവിടെ എല്ലാം യെരുശലേം സഭയ്ക്ക് പീഡനം അനുഭവിച്ചു. അത് വൈകാരികമായ പീഡനമാകാം, അത് ഫിസിക്കൽ അബ്യൂസ് ആകാം. ഓരോ നിലയിൽ ശത്രു അറ്റാക്ക് ചെയ്യും. ദേഹ ഉപദ്രവങ്ങൾ നടക്കും. ജയിലിൽ പിടിച്ചിടുക, മർദ്ദിക്കുക, കള്ളക്കേസിൽ കുരുക്കുക. ഇതൊക്കെ അന്നും നടന്നതാണ്. സ്തെഫാനോസിനെ കള്ളക്കേസിലാണ് കുരുക്കുന്നത്. അദ്ദേഹത്തെ എറിഞ്ഞു കൊല്ലുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെതിരെയും കള്ളക്കേസുകളാണ് മെനയുന്നത്. പീലാത്തോസ് തന്നെ 3 വട്ടം പറഞ്ഞ് ഞാൻ ഇവരിൽ ഒരു കുറ്റവും കാണുന്നില്ലെന്ന്. അത് ഇന്നുമുണ്ട്. കേരളത്തിൽ ഇപ്പൊ ഇല്ല എന്ന് കണ്ട് നമ്മൾ ഇരിക്കരുത്. ഇതിനൊന്നും വലിയ താമസം വേണ്ടി വരികയില്ല. എപ്പോഴും നമ്മൾ അലർട്ടായിരിക്കണം. അങ്ങനെ ദൈവസഭ പീഡനത്തിലൂടെ കടന്നു പോകുമ്പോഴും എനിക്ക് മനസ്സിലായത് പറയാം, പിശാചിന്റെ മുന ഒടിഞ്ഞു. കാരണം സഭ വളരുകയാണ്.
അവരിലുള്ള ദൈവകൃപയെ തല്ലിക്കെടുത്തുവാൻ വേണ്ടി ശ്രമിച്ച പിശാചിന്റെ തന്ത്രങ്ങൾ ഫെയിലായി പോയി. സഭ പിന്നെ ശീഘ്രമായിട്ട് വളരുന്നതായിട്ടാണ് നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ കാണാൻ കഴിയുന്നത്. ഭാരതത്തിലെ സഭയോട് എനിക്ക് പറയാനുള്ളത്, കർത്താവ് പറഞ്ഞ വാക്കാണ്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ഒരു കാരണവശാലും എന്തൊക്കെ തന്ത്രം ഉപയോഗിച്ചാലും ഇന്ത്യയിലെ ദൈവസഭയെ തുടച്ചു മാറ്റാൻ രാഷ്ട്രീയ ശക്തികൾക്കോ മത തീവ്രവാദികൾക്കോ കഴിയുകയില്ല. ദൈവസഭ ഭാരതത്തിൽ വളരും, എണ്ണത്തിലും വളരും, ക്വാളിറ്റിയിലും വളരും. പ്രൈസ് ദി ലോർഡ്. അത് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. നോക്കിയ 4-ാം അധ്യായത്തിന് 4-ാം വാക്യം, എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു, പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളമായി. 3000 പേര് ആദ്യം രക്ഷിക്കപ്പെട്ടത്, ഇപ്പൊ പുരുഷന്മാരെല്ലാം കൂടി ഇപ്പൊ 5000-ആയി എന്ന് പറഞ്ഞാൽ 10,000-15,000 പേരായി. യു കനോട്ട് ഡിഫീറ്റ് ദ ചർച്ച് ദാറ്റ് വേ. പക്ഷെ ഇത് പിശാചിന്റെ ഒരു തന്ത്രമാണ്. ബലഹീനരായുള്ള ആളുകൾക്ക് വിശ്വാസത്യാഗം പോലെ സംഭവിക്കാൻ സാധ്യതയുള്ള പിശാചിന്റെ ഒരു വൻപൻ പണിയാണ്. പക്ഷെ ആത്മനിറവോട് നിന്നാൽ, ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ, ദൈവം അതിൻ്റെ നടുവിൽ ദൈവത്തിന്റെ സഭയെ വളർത്തും. കൃപാവര ജ്വലനം ഉണ്ടാകും. അസാധാരണ ധൈര്യവും ബലവും നമ്മൾക്ക് ലഭിക്കും. സ്തേഫാനോസിനെ എറിഞ്ഞു കൊന്നൊക്കെ നമ്മളിങ്ങനെ വായിക്കുന്നു. ഒന്ന് നിങ്ങളുടെ മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്യാനൊക്കൂ, ഒരു മോബ് വന്ന് ഏറ് തുടങ്ങുക. എവിടെയാ എറിഞ്ഞത്? കയ്യെ മാത്രം. അങ്ങനൊന്നും അല്ല എറിയുന്നത്, കൊല്ലാൻ എറിഞ്ഞതാ. പക്ഷെ അതിന്റെ നടുവിൽ ആ മനുഷ്യൻ ദർശനം കാണുകയാണ്. പിതാവിന്റെ വലതു ഭാഗത്ത് പുത്രൻ എഴുന്നേറ്റ് നിൽക്കുന്ന കാണുന്നു. അത് അദ്ദേഹം പരസ്യപ്പെടുത്തുകയാണ്. അത് കേൾവിക്കാർക്ക് സഹിക്കാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. ആത്മനിറവ് കണ്ടോ നിങ്ങള്? കർത്താവെ, എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങൾ ഏൽപ്പിക്കുന്നു എന്ന് പറയുന്നു. 2, പേഴ്സിക്യൂട്ടേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഇതവർക്ക് നിലനിർത്തരുത്, അവരോട് ക്ഷമിക്കണമെന്ന്. നിങ്ങൾ ഓർക്കും അതിനൊന്നും റിസൾട്ട് ഇല്ലായിരുന്നെന്ന്. ഞാൻ മനസ്സിലാക്കുന്ന പറയാം. പീഡിപ്പിക്കുന്ന ആളുകളുടെ വസ്ത്രം കാത്തുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരന്റെ അകത്ത് ഈ മനുഷ്യനിൽ വ്യാപരിച്ച ദൈവകൃപയും അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയും അവന്റെ ഹൃദയത്തെ തുറന്നു. പ്രൈസ് ദി ലോർഡ്. വെറുതെ ഞാൻ പറയുന്നതല്ല. മുള്ളിന് നേരെ നീ ഉദയ്ക്കരുത് എന്ന് പറഞ്ഞാൽ ഇത് മുള്ളുപോലെ അവനെ കുത്തിക്കൊണ്ടേയിരുന്നു. എന്നിട്ടാണ് 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവൻ അസാധാരണമായ ഒരു എൻകൗണ്ടർ കർത്താവുമായിട്ടുണ്ടായി. ഒരു ഭക്തൻ പറഞ്ഞത്, യു മസ്റ്റ് താങ്ക് സ്റ്റീഫൻ വെൻ യു റീച്ച് ഹെവൻ. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന നിമിത്തമാണ് ഈ മനുഷ്യൻ സന്ദർശിക്കപ്പെട്ടത്. 13 ലേഖനങ്ങൾ ദൈവസഭയ്ക്ക് പുതിയ നിയമത്തിൽ ലഭിച്ചതെന്ന്. പ്രൈസ് ദി ലോർഡ്. പീഡനത്തിലൂടെ കടന്നു പോകുന്നവർ എന്നെ ഈ പ്രഭാതത്തിൽ കേൾക്കുന്നുണ്ടെങ്കിൽ തോൽവിയല്ല, അയ്യോ എൻ്റെ ശുശ്രൂഷ ഇവിടെ കൊണ്ട് അവസാനിച്ചു. ആ അവസാനിക്കുമ്പോൾ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്നതിന് മുമ്പ് ഒരാളെ കൂടെ നരക കവാടത്തിൽ നിന്ന് തപ്പിക്കൊണ്ടേ പോകത്തുള്ളൂ. അതിനുള്ള ദൈവകൃപയാണ് ആത്മനിറവിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പീഡനം പിശാചിന്റെ ഒരു തന്ത്രമാണ്. പക്ഷേ പിശാച് വിജയിക്കത്തില്ല. 2-മത്തെ ഒരു തന്ത്രമാണ്, ഒരു കുടുംബത്തെ കയ്യിലെടുത്തു. അത് 5-ാം അധ്യായത്തിലുണ്ട്. എന്താണ്? അകത്ത് അശുദ്ധി വ്യാപരിപ്പിക്കുക. പൊള്യൂട്ടിങ് ദ ചർച്ച് ഇൻവേർഡ്ലി. ബാഹ്യമായിട്ടുള്ള തന്ത്രം പോയി, ഫെയിലായി. അകത്ത് കടന്നു. ഇതിനകത്തെ ഒരു കുടുംബത്തെ കയ്യിലെടുത്തു. അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എന്നാൽ അവിടെയും പിശാച് തോറ്റു. കാരണം ദൈവം നേരിട്ടിടപെട്ട് ആ കുടുംബത്തെ തട്ടിക്കളഞ്ഞു. മലയാളം ഒരു സാധാരണ മനസ്സിലാകുന്ന ഭാഷ ഉപയോഗിച്ചതാണ്. ചർച്ചിനെ ഇംപ്യൂർ ആക്കുവാൻ, പരിശുദ്ധാത്മാവിനെതിരെ വ്യാജം കാണിക്കുവാൻ ഇവർ തയ്യാറായി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദൈവസഭയിൽ കാർന്നു പിടിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ദൈവം ഇറങ്ങി നേരിട്ട് ഡീൽ ചെയ്ത് 2 പേരെയും തട്ടിക്കളഞ്ഞു. അത് നിമിത്തം അവിശ്വാസികൾക്കും വിശ്വാസികൾക്കും ഒരുപോലെ ഭയമായി പോയി. പിശാചിന്റെ ആ തന്ത്രവും ഫലിച്ചില്ല.
8-ാം അധ്യായത്തിൽ ശീമോനെ കള വിതച്ചു, പക്ഷെ അതും സക്സസ് ആയില്ല. 5-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം, മേൽക്കുമേൽ അനവധി പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൽ വിശ്വസിച്ച് ചേർന്നു വന്നു. അനന്യാസിനെയും സഫീറയും കയ്യിലെടുത്താലൊന്നും സഭാ വളർച്ച സ്റ്റണ്ടായി പോകത്തില്ല. അവിടെയും സഭ വളരുന്നതായിട്ടാണ് കാണുന്നത്. വേറെ ഒരു പ്രധാന തന്ത്രമാണ് അപ്പോസ്തലർ പ്രവൃത്തി 6-ാം അധ്യായത്തിൽ നേതൃത്വത്തിന് ഡിസ്ട്രാക്ഷൻ കൊണ്ടുവരിക, ദൈവസഭയിൽ ഡിസെൻഷൻ കൊണ്ടുവരിക. അതാണ് നമ്മൾ 1-ാം വാക്യത്തിൽ അല്പസമയം മുമ്പ് നമ്മൾ വായിച്ചത്. 2 കൂട്ടരെ നമ്മൾ അവിടെ കാണുന്നു, 2 കക്ഷികളെ. നോക്കിയേ, 1-ാം വാക്യം ഒന്ന് വായിച്ചാട്ട് പൂർണ്ണമായിട്ട്. ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനംപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പിറുപിറുത്തു. അപ്പൊ സഭയിൽ ഇപ്പൊ 2 ഗ്രൂപ്പായി. അവര് പിറുപിറുക്കുകയാണ്. പിശാചിന്റെ വലിയൊരു തന്ത്രമാണിത്. ബ്രിങ്ങിങ് ഡിസ്യൂണിറ്റി ഇൻ ടു ദ ചർച്ച്. അതാണ് ഈ 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. 2-ാം വാക്യം കൂടെ വായിച്ചാട്ടെ. പന്തിരുവർ ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. അപ്പൊ ഇത് 2 കൂടെ കൂട്ടി വായിക്കണം. സഭ വളരുകയാണ്. അപ്പോസ്തലന്മാരുടെ പ്രധാനപ്പെട്ട ശുശ്രൂഷ ദൈവവചന ശുശ്രൂഷയാണ്. സഭാ നേതൃത്വത്തിന് ദൈവം കൊടുത്തിരിക്കുന്ന ശുശ്രൂഷ ദൈവവചന ശുശ്രൂഷയാണ്. പക്ഷേ ആവേശം കൊണ്ട് മേശമേൽ ശുശ്രൂഷിക്കാനും അവർ തുടങ്ങി. അതൊരു വിശാല അർത്ഥത്തിൽ മനസ്സിലാക്കണം. അഡ്മിനിസ്ട്രേഷനൂടെ ചെയ്യാൻ തുടങ്ങി. വിധവമാർക്ക് വിളമ്പ് മാത്രമല്ല, അഡ്മിനിസ്ട്രേഷനൂടെ അതിനകത്ത് ഉൾപ്പെടെ ചിന്തിക്കുന്നതിൽ തെറ്റില്ല. അവരുടെ പ്രധാന ശുശ്രൂഷ മറ്റൊന്നുമല്ല, ദൈവവചനമായിട്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ നേതൃത്വത്തിന്റെ ഏകാഗ്രത മാറിപ്പോയതൊരു പ്രധാന ഘടകമാണ്. അവരെ ഡിസ്ട്രാക്റ്റഡായി. ചർച്ച് വളരുകയാണ്, എല്ലാം അവരങ്ങ് ചെയ്യാൻ തുടങ്ങുകയാണ്. അങ്ങനെയാണ് ഒരു സംഘം വിധവമാരെ ഇഗ്നോർ ചെയ്യുന്നു എന്ന് മറ്റു ചില ആളുകൾക്ക് ബോധ്യമാകുന്നത്. അല്ലെങ്കിൽ അവരുടെ വിധവമാരെ വേറെ ചില ആളുകൾ ഇഗ്നോർ ചെയ്തു. കംപ്ലൈനായി, മർമറിങ് ആയി. അപ്പൊ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സഭാ അധ്യക്ഷന്മാർ ദൈവവചനത്തിൽ നിൽക്കണം. വചനം പറയുന്നില്ലെങ്കിൽ, വചനം പ്രിപ്പയർഡ് അല്ലെങ്കിൽ, വചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, ദൈവവചനത്തെ ലൂസാക്കിയാൽ വിതയ്ക്കപ്പെടുന്ന ദുരുപദേശങ്ങൾക്കെതിരെ സഭയിലുള്ള ആളുകൾ പിടിച്ചു നിൽക്കത്തില്ല. പിശാചിന്റെ ഒരു വലിയ തന്ത്രമാണ്. മെയിൻ അധ്യക്ഷന്മാർ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഡിസ്ട്രാക്റ്റഡ് ആയി പോയാൽ ദൈവവചനം വേണ്ട നിലയിലില്ല. കളിയും തമാശും കയ്യടിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകും. എന്താണ് റൈറ്റ് ഡോക്ട്രിൻ, എന്താണ് ശരി അല്ലാത്തത്, ഇതിനെക്കുറിച്ച് ഒന്നും മനസ്സിലാകത്തില്ല. നോക്കിക്കേ, ഇവരുടെ ശ്രദ്ധ മാറി. ശരിയായ ഉപദേശം പഠിപ്പിക്കേണ്ടത് ഇവരാണ്. രണ്ടാമത്തെ കാര്യം, ഇത് നിമിത്തമാണ് സഭയിൽ ഒരു ഭിന്നതയുടെ ഒരു ചാലുണ്ടാകുകയാണ്. സ്തോത്രം. അപ്പം നമ്മൾ 2 കൂട്ടരെ അവിടെ കാണുന്നു. ഒന്നാമത്തെ കൂട്ടര് യവന ഭാഷക്കാർ, രണ്ടാമത്തെ കൂട്ടര് എബ്രായ ഭാഷക്കാർ. യവനായ ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പിറുപിറുത്തു. ഇതാണിപ്പോൾ അവിടുത്തെ വിഷയം. അതിന്റെ കാരണം ഇതാ, 12 ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. അപ്പൊ അങ്ങനെ ഒരു ഘട്ടത്തിൽ ഉണ്ടായി.
അപ്പൊ വേണ്ട നിലയിൽ ഇവർക്ക് സെർവ് ചെയ്യാൻ വന്നില്ല. ഇതൊന്നും മനഃപൂർവ്വം ചെയ്തതല്ല, സഭാ വളർച്ചയിൽ അവരങ്ങനെ ചെയ്തു. വേണ്ട നിലയിൽ തൃപ്തികരമായിട്ട് അവർക്ക് സെർവ് ചെയ്യാൻ പറ്റിയില്ല വിധവമാരെ. അതുകൊണ്ട് ചില ആളുകളെ ഇഗ്നോർ ചെയ്യുന്നതായിട്ട് ചിലർക്ക് ചിന്ത വന്നു. മനഃപൂർവ്വമല്ല, അറിയാതെ സംഭവിച്ചതാ, പക്ഷെ അതൊരു വിഷയമായി. ആരാണ് ഈ യവനായ ഭാഷക്കാർ, ആരാണ് ഈ എബ്രായ ഭാഷക്കാർ? രണ്ടു കൂട്ടരും യഹൂദന്മാരാണ്. എബ്രായ ഭാഷക്കാരെന്ന് പറഞ്ഞാൽ എബ്രായ ഭാഷയിൽ ബൈബിൾ വായിക്കുന്നവരും അവിടുത്തെ നേറ്റീവ്സ് ആയിട്ടുള്ള ആളുകളാണ്. യവനായ യഹൂദന്മാർ, ഹെലനിസ്റ്റ് ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഇവർ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്ന്, അവർ യഹൂദന്മാരാണ്, അവിടെ പോയി പാർത്ത് അവർക്ക് വേറൊരു കൾച്ചറാണ്. അവർ വായിക്കുന്നത് ഗ്രീക്ക് ബൈബിൾ ആയിരിക്കാം. പക്ഷെ പെസഹായ്ക്കും ബെന്തിക്കോസിനും ഇവർ യെരുശലേമിൽ വരും. അങ്ങനെ ഇവരും പത്രോസിന്റെ പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെട്ടവരാണ്. ഇവരും ദൈവസഭയ്ക്കകത്ത് വന്നു. അപ്പൊ രണ്ടുപേരും യഹൂദന്മാരാണെങ്കിലും രണ്ട് സംസ്കാരം. യവനായ ഭാഷ സംസാരിക്കുന്ന ആളുകൾ സഭയിലുണ്ട്. ശരിക്കും അവർ ബിസിനസ് കമ്മ്യൂണിറ്റിയിലൊക്കെ ആളുകളാണ്, അവരുടെ കയ്യിലാണ് സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ളത്. എബ്രായ ആളുകൾ, ആ നേറ്റീവ്സ് ആയിട്ടുള്ളവർ, അവർ എബ്രായ ഭാഷയാണ് സംസാരിക്കുന്നത്. ഇത് രണ്ടും കൂടി ഇപ്പൊ ചർച്ചിനകത്ത് വന്നിരിക്കുകയാണ്. പെസഹായ്ക്കും ബെന്തിക്കോസിനും അവർ വരും. അങ്ങനെ പത്രോസിന്റെ പ്രസംഗം കേട്ടു, അവർ രക്ഷിക്കപ്പെട്ടു. പിന്നീട് അവർ മടങ്ങിപ്പോകുന്നില്ല, അവര് ദൈവസഭയോട് ചേർന്ന് നിൽക്കുന്നു. അതുപോലെ തന്നെ യവനായ ആളുകൾ, അവരുടെ മാതാപിതാക്കളൊക്കെ വയസ്സാകുമ്പോൾ, പ്രായമാകുമ്പോൾ അവർ തിരിച്ച് യെരുശലേമിൽ വന്ന് സെറ്റിൽ ഡൗൺ ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ ഇങ്ങനെ രണ്ട് ഗ്രൂപ്പാണ് ചർച്ചിനകത്ത് വന്നിരിക്കുന്നത്. അതിലെ യവനായ യഹൂദന്മാരുടെ വിധവമാരെ എബ്രായ യഹൂദന്മാരെ അവഗണിച്ചെന്നുള്ളതാണ് പരാതി. ഇവിടെ നമ്മൾ ഈ സ്തോത്ര കാഴ്ചയും ദശാംശവും ഒക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷെ ലീഡർഷിപ്പ് എബ്രായ യഹൂദന്മാരാ. അവരിത് കൈകാര്യം ചെയ്യുന്ന, അവർ വിളമ്പുമ്പോൾ നമ്മുടെ വിധവമാർക്ക് വേണ്ട നിലയിൽ കിട്ടുന്നില്ല. കംപ്ലൈന്റ്. ഇത് കുറച്ച് നാളായിട്ട് ഒരു പക്ഷെങ്കിൽ ഉള്ളത്തിൽ ഇരുന്നതാ. ഒരു ദിവസം ഇത് പുറത്തു വന്നതാ. ബൈ ദ വേ, 1-ാം നൂറ്റാണ്ടിലെ ആത്മനിറവുള്ള ദൈവസഭ വിധവമാരെ കെയർ ചെയ്ത സഭയാണ്. NLAGയിൽ അത് വേണം. അതിനാണ് നമുക്ക് അന്ന ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഫെലോഷിപ്പ് ഉള്ളത്. ഒരുമിച്ച് വരിക, കൂട്ടായ്മ ആചരിക്കുക, ദൈവവചനം ധ്യാനിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഒരു വിഷയമായി. അപ്പൊ എന്താണ് അവർ ചെയ്തത്? പന്തിരുവർ ശിഷ്യന്മാരെ കൂട്ടത്തെ വിളിച്ചു വരുത്തി. അവിടെ ഒരു വാക്ക് കേട്ടോ, 2-ാം വാക്യത്തിൽ പന്തിരുവർ. ശരിക്കും യൂദസ് കെട്ടിയാന്ന് ചത്തില്ലേ? പിന്നെ എങ്ങനെയാണ് ഈ പന്തിരുവർ എന്ന് പറഞ്ഞത്? യൂദസിന്റെ സ്ഥാനത്തേക്ക് 1-ാം അധ്യായത്തിൽ മത്തയാസിനെ ചീട്ടിട്ടെടുത്തത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അപ്പൊ ആത്മീകരുടെ ഇടയിൽ ഒരു ചിന്തയുണ്ട്, മത്തയാസിനെ ശരിക്കും ദൈവം തെരഞ്ഞെടുത്തതാണോ? പിൻകാലങ്ങളിൽ വന്ന പൗലോസിനെ അല്ലേ തെരഞ്ഞെടുത്തത്? അപ്പൊ ഞാൻ ഇത് മുന്നോട്ട് വെക്കുന്നു. മത്തയാസിനെ ദൈവം അംഗീകരിച്ചെന്നുള്ളതിൻ്റെ പല തെളിവുകളിൽ ഒരു തെളിവാണ് അദ്ദേഹത്തെ കൂടെ കൂട്ടി പന്തിരുവരെന്നുള്ള പ്രയോഗം വൈദ്യനായ ലൂക്കോസ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. പന്തിരുവർ ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി. കംപ്ലൈന്റ് ആയി. നേതൃത്വം ശിഷ്യന്മാരുടെ കൂട്ടമെന്ന് പറഞ്ഞാൽ എന്താണ്? ആ സഭയിലുള്ള ശിഷ്യന്മാർ, അവിടുത്തെ അംഗങ്ങൾ, അവരെ എല്ലാം കൂടെ വിളിച്ചു വരുത്തി. നമുക്ക് മനസ്സിലാകുന്ന ഭാഷ പറയാം, ജനറൽ ബോഡി. അത് മനസ്സിലായി. കാരണം ഇവരിനി ഇതിന്റെ പുറകെ ഒന്നും പോകുന്നില്ല. നേതൃത്വത്തിലുള്ള അവർക്ക് ദൈവവചനം ധ്യാനിച്ചൊക്കെ ഇരിക്കണം. അപ്പം അവര് വിളിച്ചു വരുത്തിയ ആളുകളെ, പന്തിരുവർ ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി. ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശമേൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. ഇത് ദൈവ മക്കളെല്ലാം മനസ്സിലാക്കണം. ഇവിടെ അപ്പോസ്തലന്മാരൊന്നുമില്ല. സഭാ നേതൃത്വം, ഇടയ ശുശ്രൂഷ ചെയ്യുന്നവരുടെ പ്രധാന ജോലി വണ്ടിക്കച്ചവടം നടത്തുകയല്ല, പിന്നെ വസ്തു ബ്രോക്കറായിട്ട് നടക്കുന്നതല്ല,
കല്യാണ ബ്രോക്കിംഗ് അല്ല, ദൈവവചനം ജനത്തിന് കൊടുക്കാനുള്ളത് പ്രിപ്പയർഡ് ആക്കണം. ഇതാണ് ഈ ചർച്ചിൽ നടക്കേണ്ടത്. അതുകൊണ്ടാണ് നേതൃത്വത്തെ പലപ്പോഴും നമുക്ക് മറ്റു കാര്യങ്ങൾക്ക് കിട്ടാതെ വരുന്നത്. സ്തോത്രം. ഞാൻ ചിലപ്പോൾ അതിശയിക്കാറുണ്ട്, ചിലയിടത്തൊക്കെ ആളുകൾ എല്ലാത്തിനും ഉണ്ട്. അതിൻ്റെ കാര്യം എന്താണ്? കാര്യം ഞായറാഴ്ച കീബോർഡുണ്ട്, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും. അതല്ല ന്യൂ ടെസ്റ്റ്മെന്റ് പരിചയം. ദൈവവചനം ഇമ്പാർട്ട് ചെയ്യണം. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാ? അതിന് ആത്മനിറവുള്ളവരെ തെരഞ്ഞെടുത്ത് അവർക്ക് ഡെലിഗേറ്റ് ചെയ്യും. അയ്യോ, എന്തിനാണ്? കാരണം സമയം കണ്ടെത്തി ദൈവവചന ശുശ്രൂഷയ്ക്കായി ഒരുങ്ങണം. ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച്. അവ ശരിക്കും അപ്പോസ്തലന്മാര് ഈ ഒരു വിഷയം ഒന്ന് പഠിച്ചവര്. എന്നിട്ട് അവർക്ക് മനസ്സിലായത്, വാസ്തവത്തിൽ അവരിടയ്ക്ക് കയറി ഇത് വിളമ്പാൻ പോയിട്ടല്ലേ ഇക്കാര്യം. അവർക്ക് ആ കാര്യം ബോധ്യം വന്നു. അവരൊത്തിരി ബിസിയായി പോയി. പ്രാർത്ഥനയും വചന ശുശ്രൂഷയൊക്കെ അവർ നിഗ്ലക്റ്റ് ചെയ്തു. അവർ തന്നെയാണ് പ്രശ്നത്തിന് ഒരു കാരണം. ആത്മനിറവുള്ളവർ ഇത് മനസ്സിലാക്കി പ്രധാന ശുശ്രൂഷയിലേക്ക് അവർ പിന്നെയും സമർപ്പിതരാകും. അതാണ് നമ്മളിവിടെ കാണുന്നത്. മേശകളിൽ ശുശ്രൂഷ ചെയ്ത്. ഞങ്ങൾ ഇനിയും മേശകളിൽ ശുശ്രൂഷ ചെയ്യത്തില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മേശകളിൽ ശുശ്രൂഷിക്കുന്നത് അതൊരു രണ്ടാം കിട ശുശ്രൂഷയാ എന്ന് ചിന്തിക്കരുത്. അപ്പോസ്തോലന്മാരുടെ കോളിങ് അതല്ല. അതിനു വേണ്ടി വിളിയുള്ളവരും ഒക്കെ സഭയിൽ ഉണ്ട്. ഒരു ശുശ്രൂഷയും രണ്ടാം കിടയായിട്ട് ചിന്തിക്കരുത്. മേശമേൽ ശുശ്രൂഷിക്കുന്നത് വലിയ ശുശ്രൂഷയാണ്. പക്ഷെ അപ്പോസ്തലന്മാരുടെ പ്രധാനപ്പെട്ട പ്രയോറിറ്റി എന്ന് പറയുന്നത് ദൈവവചനം ശുശ്രൂഷിക്കുക എന്നുള്ളതാണ്. അവരതിനകത്ത് നിൽക്കും. മറ്റ് ആളുകളെ പൊതുജനത്തിൻ്റെ ഇടയിൽ നിന്ന്, ശിഷ്യന്മാരുടെ ഇടയിൽ നിന്ന് തെരഞ്ഞെടുത്തിട്ട് അവരെ ഡെലിഗേറ്റ് ചെയ്താക്കും. അല്ലാതെ ചില ശുശ്രൂഷകൾ രണ്ടാം കിടയാണെന്ന് ചിന്തിക്കരുത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ ആളുകൾ ശുശ്രൂഷ ചെയ്തിട്ടാണ് ഒരാൾ വന്ന് ദൈവവചനം പറയുന്നത്. ഈ കസേരകൾ ആരോ ഇട്ടില്ലേ? ഇവിടെ എല്ലാം തൂത്തില്ലേ? ആരാണ്ട് ഈ ടോയ്ലറ്റുകളൊക്കെ കഴുകിയില്ലേ? ആരൊക്കെയോ എന്തെല്ലാം കാര്യങ്ങൾ ഈ മിറ്റം മുഴുവനും ഇന്നലെ പണി പലതും നടന്നിട്ടും മഴ പെയ്തിട്ടും എല്ലാം വൃത്തിയാക്കിയത് കൊണ്ടല്ലേ നമ്മൾ സുഖമായിട്ട് വണ്ടി അകത്ത് കയറ്റി നമ്മളെല്ലാം വന്നിരിക്കുന്നത്. നമ്മളാരും അവരെ നോക്കാറില്ല, മൈൻഡ് ചെയ്യാറില്ല. അതൊക്കെ വലിയ ശുശ്രൂഷയാണ്. ഒരു ശുശ്രൂഷയും സെക്കൻഡറി അല്ല. മേശമേൽ വിധവമാർക്ക് വിളമ്പുന്നത് സെക്കൻഡറി അല്ല. പക്ഷെ അതിന് ആത്മനിയോഗം വേണം. ഇല്ലെങ്കിൽ മുറുമുറുപ്പോടെ വിളമ്പും. അങ്ങനല്ല ആളിനെ വേണ്ടത്. അതിന് നിയോഗിതരായ ആത്മപൂർണരെ വേണം. ഞാൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങളുടെ ശുശ്രൂഷ എന്താ ചർച്ചിൽ? കൃപയാൽ ഒന്നുമില്ല. എങ്ങനെങ്കിലും തല്ലിക്കൂട്ടി നമുക്കൊരു 12:45 1 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് പോകണം. അത് നമ്മുടെ വലിയ പരാജയമാണ്. സ്തോത്രം. ചിലര് പക്ഷെ ഇന്ന് 12 മണിയാങ്ങ് പോവും കേട്ടോ. എന്നാ? ഉപ്പാപ്പൻ്റെ മോൻ്റെ കല്യാണം ഇന്ന്, അതുകൊണ്ട് ഞാൻ അങ്ങ് പോവും. ഞാൻ പറയുന്നത്, ഈ സഭ എൻ്റേതല്ല, കർത്താവിൻ്റെ സഭയാണ്. സഭ എന്താ, ശുശ്രൂഷ എന്താ ഒന്ന് അറിഞ്ഞുകൂടാ. ഇങ്ങനെ വരുന്നു പോന്നു. പ്രിയമുള്ളവരെ, നമ്മൾ സടകുടഞ്ഞ് എഴുന്നേൽക്കണം. ഓരോരുത്തർക്ക് വിളിയുള്ള ഭാഗങ്ങളുണ്ട്. ഒരു ശുശ്രൂഷയും സെക്കൻഡറി അല്ല. എല്ലാ ശുശ്രൂഷയും ദൈവസഭയ്ക്ക് വേണം. ഇതൊരു ടീം വർക്കാണ്. പക്ഷേ ഡെലിഗേറ്റ് ചെയ്യുന്നവർ വിശ്വസ്തരാണോ? ആണോ? ഞാൻ പറയാം, അയ്യം വിളിക്ക് നിങ്ങൾ നിത്യതയിൽ. കണക്ക് നിങ്ങൾ നിരത്തേണ്ടി വരും. Are you careful in doing your part, or are you playing the fool? ഞാൻ ചിലരൊക്കെ കാണി ഞാൻ അതിശയിക്കാറുണ്ട്. They don't know. They don't have a clue of what the church is. മേശമേൽ ശുശ്രൂഷ ചെയ്യുക.
അതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല എന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. അപ്പോസ്തലന്മാരുടെ പ്രയോറിറ്റി, they will preach the word. 3-ാം വാക്യം, ആകയാൽ സഹോദരന്മാരെ കേട്ടോളീൻ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞുകൊള്ളുവീൻ, അവരെ ഈ വേലയ്ക്ക് ആക്കാം. അപ്പോസ്തലന്മാര് കൈവച്ചാണ് ആക്കുന്നത്, പ്രാർത്ഥിച്ച്. പക്ഷെ തെരഞ്ഞെടുക്കാൻ ഇവരോടാണ് പറയുന്നത്. അപ്പോസ്തലന്മാർക്ക് ഭയമില്ല. ഇനിയിപ്പോൾ അവര് പോയി വിളമ്പിക്കൊടുത്ത് അവരെല്ലാം കൂടെ കയ്യിലാക്കിയാൽ നമ്മളെ കസേര പോകുമോ? അവർക്കൊരു പ്രശ്നമില്ല. സഭയിൽ ഭിന്നതയുണ്ടാകരുത്. They have to solve a problem. 1-ാമത്തെ വാക്യത്തിൽ പ്രശ്നം, 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് സൊല്യൂഷൻ. അവർക്ക് ഭയമില്ല അധികാരം പങ്കുവെക്കുന്നതിൽ. പക്ഷേ തിരഞ്ഞെടുക്കുന്നവർ ചില ക്രൈറ്റീരിയ ഫോളോ ചെയ്യണം. ആത്മാവും ജ്ഞാനവും നിറഞ്ഞ്. മേശമേൽ ശുശ്രൂഷിക്കാൻ പരിശുദ്ധാത്മാവ് വേണോ? ഇതൊന്ന് ചിന്തിക്കുക കേട്ടോ. ഇവിടെ കസേരയിടാൻ പരിശുദ്ധാത്മാവാണോ? പരിശുദ്ധാത്മ നിയന്ത്രണത്തിലല്ലെങ്കിൽ യു വിൽ ഡു ഇറ്റ് വിത്ത് ഗ്രംബ്ലിംഗ്. ആത്മനിറവുള്ളവൻ ദൈവത്തിനു വേണ്ടി ചെയ്യും. ദൈവപ്രസാദം അവന് ലഭിക്കും എന്ന് മനസ്സിലാക്കി ചെയ്യും. നിങ്ങളെല്ലാം കേട്ടിട്ടുള്ള ചരിത്രമാണ്. ഞാനും ഇങ്ങനെ കേട്ടുകഴിവിയാണ്. ഈ നമ്മുടെ കുമ്പനാട്ട് നടക്കുന്ന കൺവെൻഷനിൽ പണ്ട് ഉണ്ണുണ്ണി സാറ് ഇറങ്ങി നടന്നപ്പോൾ ഒരു മനുഷ്യൻ കൺവെൻഷൻ പന്തലിന് വേണ്ടി കാല് നാട്ടിക്കൊണ്ടിരിക്കുക. കുഴിയെടുത്തിട്ട് അദ്ദേഹം ചോദിച്ചു, അഭിഷേകം പ്രാപിച്ചോ എന്ന്. അവൻ പറഞ്ഞില്ലെന്ന്. ഇട്ടേച്ച് പോകാൻ പറഞ്ഞു. ഏത് ശുശ്രൂഷയില്ല കേട്ടോ, നിങ്ങൾക്ക് പാട്ട് പാടണോ? യു നീഡ് ദ ഹോളി സ്പിരിറ്റ്, യു വാണ്ട് ടു പ്രീച്ച്. ഞാൻ പറയാം, ആത്മാവില്ലാതെ യു ക്യാൻ സിങ് ആൻഡ് യു ക്യാൻ പ്രീച്ച് ആൻഡ് യു ക്യാൻ ഡു എവറിത്തിങ്. അത് അപ്പോഴേ നമുക്കറിയാം there is no anointing. ദൈവവചനത്തിലെ കുറെ കമൻട്രികൾ നോക്കി കുറെ കാര്യങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞ് നമ്മളത് റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ there is no anointing. അഭിഷേകമുള്ളവൻ പറയുന്നതാണ് അകത്ത് കടന്ന് കട്ട് ചെയ്യുന്നത്. അതിന് 2 റിസൾട്ടാ. ചിലർ സ്വീകരിക്കും, ചിലർ തിരസ്കരിച്ച് പ്രസംഗിയെ തല്ലിക്കൊല്ലും. പാട്ട് പാടുന്നതും അങ്ങനെയാണ്. യു നീഡ് ദി അനോയിന്റിങ്. അല്ലെങ്കിൽ പാട്ട് പാടാനൊക്കത്തില്ലേ, രാഗവും താളവും ഒക്കെ വെച്ച്. അഭിഷേകം വരുമ്പോൾ ആത്മാവിൻ്റെ വിശേഷമായ കൃപ പകരപ്പെടും. ഇതാണ് ഡിഫറൻസ്. അത് പെട്ടെന്ന് തന്നെ നമുക്കതറിയാം. അനോയിന്റിങ് ആവശ്യമാണ്. ആത്മാവ് ജ്ഞാനം നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാർ. 4-ാം വാക്യത്തിൽ ഞങ്ങളോ, ഒരു വാക്കൂടെ കൂട്ടിച്ചേർത്തു, പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കുമെന്ന് പറഞ്ഞു. അത് രണ്ടും കൂടെ ഒരുമിച്ച് പോകുന്ന കേട്ടോ, ഈ പ്രാർത്ഥനയും വചന ശുശ്രൂഷയും. പ്രൈസ് ദി ലോർഡ്. 4-ാം വാക്യത്തിൽ പ്രത്യേകം പറയുന്നു. അപ്പോസ്തല പ്രവൃത്തികളിൽ ലൂക്കോസിന്റെ സുവിശേഷത്തിലെ പോലെ തന്നെ പരിശുദ്ധാത്മാവ്, പ്രാർത്ഥന, ഇതൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മളെ വാഴ്ത്തപ്പെട്ട കർത്താവ് അവിടുന്ന് പ്രാർത്ഥിച്ചു, ആത്മനിറവോടെ ശുശ്രൂഷിച്ചു. അപ്പോസ്തല പ്രവൃത്തിയിൽ കർത്താവിൻ്റെ ആത്മീക ശരീരമാം സഭ ആത്മനിറവോടെ പ്രാർത്ഥിക്കുന്നതും ദൈവവചനം പ്രൊക്ലെയിം ചെയ്യുന്നതുമാണ് കാണുന്നത്. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കുമെന്ന് പറഞ്ഞു. 5-ാമത്തെ വാക്യം, ഈ വാക്ക് കൂട്ടത്തിനൊക്കെയും ബോധ്യമായി. ശ്രദ്ധിക്കണം, ആയിരക്കണക്കിന് വിശ്വാസികളുള്ള ഇടത്ത് പ്രശ്ന പരിഹാരത്തിന് വേണ്ടി വളരെ സിമ്പിളാണ് പറഞ്ഞത്. നിങ്ങൾക്കല്ലേ പ്രശ്നമുള്ളത്? നിങ്ങൾ തന്നെ ഒരു 7 പുരുഷന്മാരെ തിരഞ്ഞെടുത്തു. ക്രൈറ്റീരിയ ഇതാ. ഇതെല്ലാവർക്കും സമ്മതമായെന്ന്. പ്രശ്നം ഉന്നയിച്ചവർക്കും സമ്മതമായി, ബാക്കിയുള്ളവർക്കും സമ്മതമായി, എല്ലാവർക്കും സമ്മതമായെന്ന്.
പ്രശ്നം സോൾവ് ആയി. വാട്ട് ഈസ് ദാറ്റ്? ഞാൻ അതിനകത്ത് കാണുന്നത് ഈ നേതൃത്വത്തിനുള്ള ആത്മാവിൻ്റെ ജ്ഞാനമാണ് കാണുന്നത്. ഇറ്റ് ഈസ് ലൈക്ക് ദ വേർഡ് ഓഫ് വിസ്ഡം. പ്രശ്നത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ ഒരു അംശം അത് പറയുന്നു, സോൾവ്. അല്ലെങ്കിൽ ചർച്ച രണ്ടാകും. ഒറ്റക്കെട്ടായി പിന്നെയും മുന്നോട്ട് പോയി സഭ പിന്നെയും വളരണമെങ്കിൽ ജ്ഞാനം നമുക്കെല്ലാം അത് ആവശ്യമാകട്ടോ. ചിലർ എന്ന് എനിക്ക് ചിലരുടെ വർത്തമാനം തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ ചെറുതായിട്ടൊരു ചെറിയ തീ എന്താ ഉള്ള പ്രശ്നം 10 ഇരട്ടിയാക്കും. പ്രശ്നം ഉളവാക്കാനും പ്രശ്നത്തിന്റെ ശൗര്യം വർദ്ധിപ്പിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. God has called us to provide solution. പ്രശ്നം അവരിലാണ്, അവരത് തിരിച്ചറിഞ്ഞു, അവർ അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യാണ്. പക്ഷെ അതിന് ക്രൈറ്റീരിയ ഇതാണ്: ആത്മാവുള്ളവരായിരിക്കണം, നല്ല സാക്ഷ്യമുള്ളവരായിരിക്കണം, ജ്ഞാനമുള്ളവരായിരിക്കണം, ആത്മാവിൻ്റെ ജ്ഞാനം. അപ്പൊ അങ്ങനെയുള്ളവർ ഓൾറെഡി ചർച്ചിൽ ഉണ്ടെന്ന് പൊതുജനത്തിന് അറിയാം. സ്തേഫാനോസ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ശുശ്രൂഷ അവരനുഭവിച്ചിട്ടുണ്ട്. ഈസി ആയിരുന്നു. 7 പേരെ പിക്കപ്പ് ചെയ്തു, അവർ കൊണ്ടുവരികയാണ്. എല്ലാവർക്കും ഇത് ബോധ്യമായി എന്ന് പറഞ്ഞാൽ ദ പ്രപ്പോസൽ പ്ലീസ്ഡ് ദ ഹോൾ ഗ്രൂപ്പ്. വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ 7 പേരുടെ പേരാ. സ്തേഫാനോസ്, അദ്ദേഹമാണ് 7-ാമത്തെ അധ്യായത്തിൽ രക്തസാക്ഷിയാകുന്നത്. 2 ഫിലിപ്പോസ്, അദ്ദേഹമാണ് 8-ാം അധ്യായത്തിൽ ശമരിയയിലേക്ക് സുവിശേഷകനായി പോകുന്നത്. ബാക്കിയുള്ളവരുടെ ആരുടെയും നമുക്ക് ഡീറ്റെയിൽസ് അറിഞ്ഞുകൂടാ. പ്രൊക്കരോസ്, നിക്കനോർ, തിമോൻ, പർമനാസ്, യഹൂദ മത അനുസാരിയായ അന്ത്യോക്യക്കാരൻ നിക്കോലവാസ് എന്നിവരെ തിരഞ്ഞെടുത്തു. ഇവരെ ഡീക്കൻസ് എന്നൊക്കെയാണ് വിളിക്കുന്നത് കേട്ടോ, ഡീക്കൻസ്. അതിന് കാരണമുണ്ട്, അതിലേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല. നമുക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷ പറയാം. കമ്മിറ്റി. ആരാണ് കമ്മിറ്റി? ആത്മനിറവുള്ളവൻ. അല്ലാത്തവനോ ഈ പരിപാടിക്ക് പോകരുത്, പണിയാ. ഏത് ശുശ്രൂഷ നിങ്ങൾ ചെയ്തു, നിങ്ങൾ സൺഡേ സ്കൂൾ ടീച്ചറാണോ, യൂത്ത് മിനിസ്ട്രിയിലാണോ, എന്താണോ, ഇഫ് യു ആർ നോട്ട് ഫുൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, യു ഗോട്ട് ടു റിസൈൻ. ദൈവത്തിന്റെ സഭയാണ്, ദൈവത്തിന്റെ മെഷറിംഗ് ഇങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അല്ലാതെ സഹോദരന്മാരെ, മേശമേ വിളമ്പാൻ കുറെ ആളുകളാണ്, ഒരു കഴിവുള്ള നല്ല ചെറുപ്പക്കാർ, നല്ല 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 യുവത്വം, നല്ല തിളച്ചു നിൽക്കും. 7 പേരെ ഉണ്ട്. അവിടെ യുവാക്കളൊക്കെ ഉണ്ട്, ആയിരക്കണക്കിന് ആവശ്യമുള്ള. അതല്ല ക്രൈറ്റീരിയ. നമുക്കേ നമ്മുടെ ആ ദുബായിൽ നിന്ന് വന്ന അങ്കിളിനെ നമുക്ക് അതിൻ്റെ മുന്നേ നിർത്താം. കാരണം ആഹാരത്തിന് ഒരു ഇച്ചിരി പ്രശ്നം വന്നാലും പുള്ളി കൈകാര്യം ചെയ്തോളൂ. ദുബായിൽ നിന്ന് വന്നവനും കാനഡയിൽ നിന്ന് വന്നവനും അമേരിക്കയിൽ നിന്ന് വന്നവനും അല്ല കേട്ടോ, ആത്മാവുള്ളവൻ. സ്വത്രം 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 സ്വത്രം. നമ്മളായത് ചിന്തിക്കുന്നത് നല്ല മിടുക്കനാ, നല്ല ചുറിയുറുക്കുള്ളവനാ. ദൈവത്തിന് ചുറിയുറുക്കും നിങ്ങളുടെ മിടുക്കും അല്ല വേണ്ടത്. ഹി നീഡ്സ് ദി അനോയിന്റിങ്. എന്താണ് പല സഭകളിലും പ്രശ്നം വന്നെന്നറിയാമോ? ആളുകൾ ചിന്തിക്കുന്ന ഇന്ന അങ്കിള് മിടുക്കനോ കേട്ടോ, മിടുക്കനോ. മിടുക്കെന്ന് പറഞ്ഞാൽ വണ്ടി ഓടിക്കുന്നത് സ്റ്റിയറിംഗ് വേണ്ട, മിടുക്കനോ. ദൈവത്തിന് വേണ്ട, ദൈവത്തിന് വേണ്ട, അത് വീട്ടിൽ ഓടിച്ചോണം. God wants spirit-filled people. Talk, look, attitude, everything controlled by the Spirit of God. It's all about the Holy Spirit. ന്യൂ ലൈഫുകാരുടെ കണ്ണു തുറക്കണം. നമുക്ക് വേണ്ട കുറെ മിടുക്കരെ അല്ല, വലിയ കഴിവുള്ളവരെ അല്ല. We want spirit-filled people to look after the things of the church. എന്നാൽ നമ്മൾ സെക്യുലർ അടുത്ത് ജോലി ചെയ്യുന്നിടത്തുണ്ടല്ലോ, ഈ ലോകത്തിലെ മിടുക്കുമൊക്കെ നല്ലതാണ്. ചർച്ചിൽ കൊണ്ടിറക്കരുത്, ചർച്ചിൽ കൊണ്ടിറക്കരുത്. ചർച്ചിൽ അങ്ങനെയുള്ളവരെ അല്ല വേണ്ടത്. സ്തോത്രം.
പ്രൈസ് ദി ലോർഡ്. ആത്മനിറവുള്ളവർ. എല്ലാ ഡ്യൂട്ടിയും. മക്കളെ എല്ലാവരും ഇങ്ങോട്ട് നോക്കി. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. പരിശുദ്ധാത്മാവിനെ ദൈവം നിങ്ങളെ സഭയിൽ ഉപയോഗിക്കും. സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ വരുന്നവരെയാ മോളെ സഭയിൽ ഉപയോഗിക്കുന്നത്. അവരെയാണ് ശുശ്രൂഷയിൽ ഉപയോഗിക്കുന്നത്. അപ്പോസ്തോലിക അധികാരത്തിൽ നിന്നുകൊണ്ട് പറയാണ്, നോ, പരിശുദ്ധാത്മ നിറവുള്ളവർ, ജ്ഞാനത്താൽ നിറഞ്ഞവർ, നല്ല സാക്ഷ്യമുള്ളവർ. കീപ്പ് അപ്പ് യുവർ ടെസ്റ്റിമണി. കീപ്പ് അപ്പ് യുവർ ടെസ്റ്റിമണി. സ്തോത്രം. നിങ്ങളുടെ ഇടയിൽ മേശമേൽ ശുശ്രൂഷിക്കുന്നവരാ, അത് അവനാ. അയ്യോ, അവൻ ഇന്നലെ നമ്മുടെ കവലക്കിട്ട് ആരാണ്ട് അടിക്കുന്നതുണ്ടല്ലോ. ഇങ്ങനെയുള്ള പുള്ളികളെ ഒന്നും അല്ല കേട്ടോ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഈ വലിയ തല്ലുകാരെയും അടിക്കാരെയും ഒന്നുമല്ല വേണ്ടില്ല. പേഴ്സണൽ, എന്താ പറയുക, പേഴ്സണാലിറ്റി. സ്തോത്രം. We need empowered people by the Holy Spirit. ഈ വാക്ക് അവർക്കെല്ലാം അപ്പോസ്തലന്മാരുടെ മുൻപാകെ നിർത്തി. അപ്പൊ എന്താ കാണിക്കുന്നത്? പ്രശ്നമെല്ലാം സോൾവ് ആയി. ആത്മനിറവുള്ള ചില വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് ഈ പരാതിക്കാരുടെ ഇടയിൽ നിന്ന് തന്നെയാണ് 7 പേരെ തിരഞ്ഞെടുത്തതെന്നാണ്. അതിന് അവരുടെ ഒരു വാദം ഇതാ. അത് ഒരു ഉറപ്പായ കാര്യമല്ല, നിഗമനം. ഈ 7 പേരുടെ പേര് യവനായ നാമങ്ങളാ. സോ കംപ്ലൈന്റ് ഉള്ളവരോട് ഒരു പക്ഷെങ്കിൽ പറഞ്ഞു കാണും, യു ഹാവ് എ പ്രോബ്ലം, സെലക്ട് 7 people, ബ്രിങ് ദം. അപ്പൊ സൊല്യൂഷൻ കഴിഞ്ഞുകൊണ്ട് നേതൃത്വത്തിന്റെ അടുക്കൽ കൊണ്ടുവരിക ഈ 7 പേരെ. അല്ലാതെ എനിക്ക് 2 പ്രസംഗം അറിയാം, ഞാൻ പാസ്റ്ററാ എന്നും പറഞ്ഞങ്ങ് പോവല്ല. കൈവപ്പുണ്ട്, കൈവച്ച് പ്രാർത്ഥിക്കണം. സ്തോത്രം. അവർക്ക് പ്രോബ്ലം ഇല്ല. ദേ ആർ സബ്മിസീവ് ടു ദി ലീഡർഷിപ്പ്. അല്ല, നമുക്ക് ലീഡർഷിപ്പിനെ ഒന്നും അറിയിക്കരുത്, ഒന്നും പുള്ളി അറിയരുത്, പുള്ളി അവിടെ ഇരിക്കട്ടെ. സ്തോത്രം. അങ്ങനല്ല കാര്യം. പരാതിക്കാര് കംപ്ലൈന്റ് കേട്ടു, കാര്യം സൊല്യൂഷനിൽ കൊണ്ടുവന്നു, 7 പേരെ സെലക്ട് ചെയ്തു. 6-ാം വാക്യം, അപ്പോസ്തലന്മാരുടെ മുൻപാകെ നിർത്തി, അവർ പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു. സഹോദരി സഹോദരന്മാരെല്ലാം മനസ്സിലാക്കണം, ഈ കൈവെപ്പ് വളരെ പ്രധാനപ്പെട്ട ശുശ്രൂഷയാണ്. എബ്രായ ലേഖനം 6-ാം അധ്യായം നിങ്ങൾ പരിശോധിച്ചാൽ 6 അടിസ്ഥാന ഉപദേശങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഉപദേശമാണ് ലേയിങ് ഓൺ ഓഫ് ഹാൻഡ്സ്. എന്തിനെല്ലാം? 1, രോഗസൗഖ്യത്തിന് വേണ്ടി കരം വെക്കും. 2, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടതിന് കരം വെക്കും. അതാണ് അപ്പോസ്തലപ്രവൃത്തി 8-ലും 19-ലും നമ്മൾ കാണുന്നത്. 3, ശുശ്രൂഷകരെ വേർതിരിച്ച് അവരുടെ മേൽ കരം വെക്കും. അവിടെ ഒരു കാര്യം കൂടെ പറയാം. തിമോത്തിയോസിനെ ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നത് വേഗത്തിൽ കയറി കൈ വെക്കരുതെന്ന്. അതെന്താ? കാണുന്നവനെയല്ലേ പോയി കൈ വെക്കരുതെന്ന്, ശുശ്രൂഷയ്ക്ക് വേർതിരിക്കാൻ. കാരണം ഇവൻ ഏടാകൂടത്തിലൊക്കെ ചാടും, ഇവൻ പ്രോപ്പർ അല്ലേല്. കൈ വെച്ചോനുകൂടെ അതിനകത്തൊരു പങ്കുണ്ടാവും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് 7-ാം വാക്യം മോള് പരസ്യമായിട്ട് വായിച്ചാട്ടെ. ദൈവവചനം പരന്നു. ദൈവവചനം നോക്കിയേ, ഇത് തകർക്കാനാണ് പിശാച് നോക്കിയത്. അകത്ത് നേതൃത്വത്തെ വചനത്തിൽ നിന്ന് മാറ്റുക, പിന്നെ ജനത്തിൻ്റെ ഇടയിൽ കൺഫ്യൂഷൻ ഉണ്ടായി, ഭിന്നത ഉണ്ടാകുക, ചർച്ചസ് 2ആയിട്ട് സ്പ്ലിറ്റ് ആകുക. ഈ കേരളം മുഴുവൻ സ്പ്ലിറ്റ് അല്ലേ? അവറാച്ചായൻ്റെ സഭ, കുഞ്ഞുമോടെ സഭ, നീലാമ്മയുടെ സഭ. സ്തോത്രം. നോ, ദൈവഹിതമല്ല പ്രിയരെ സ്പ്ലിറ്റ്. യൂണിറ്റിയാണ്. യൂണിറ്റി. നേതൃത്വത്തിന് കീഴ്പ്പെടണം. പരിശുദ്ധാത്മാവാണ് ഭരിക്കേണ്ടത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സോ ദ വേർഡ് ഓഫ് ഗോഡ് സ്പ്രെഡ്. ഇതിനെതിരെയാണ് പോരാട്ടം. പോരാട്ടത്തെ നേതൃത്വം വിസ്ഡത്തോടെ കൈകാര്യം ചെയ്തപ്പോൾ അടുത്തെഴുതിയിരിക്കുകയാണ്, ദൈവവചനം പരന്നു. അതിന്റെ റിസൾട്ട് എന്താ? യെരൂശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി.
ഏറ്റവും പെരുകി. പിന്നെ പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ പാഠം നിങ്ങൾ വീട്ടിൽ ചെന്നും ഇതൊന്ന് വായിക്കാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. പിശാച് ഭയങ്കര തന്ത്രശാലിയാണ്. ഒന്നുകിൽ പെർസിക്യൂഷൻ ഇടും, കൺഫ്യൂഷൻ ഉണ്ടാക്കും, ജീവനെ ഭയന്ന ആളുകൾ വിശ്വാസത്യാഗം പോലും സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യമാണ് പെർസിക്യൂഷൻ. അല്ലെങ്കിൽ ചർച്ചിനെ ആന്തരികമായി അശുദ്ധിയിലാക്കാൻ ശ്രമിക്കും. ഒരു കുടുംബം മതി, പിണ്ടത്തെ മുഴുവനും പൊളിപ്പിക്കും ആന്തരികമായി. പിശാചിന്റെ ഒരു ഭയങ്കര പരിപാടിയാണ്. കള വിതയ്ക്കും. നമ്മളൊക്കെ നല്ലൊരു പുള്ളിയാണല്ലോ, അയ്യോ സ്തോത്രം, പുള്ളിക്ക് പാടാനും കഴിവുണ്ട്, പ്രസംഗിക്കാൻ കഴിവുണ്ട്, പുള്ളി ട്രാക്ട് കൊടുക്കാൻ കഴിവുണ്ട്, പുള്ളി എഴുതാൻ കഴിവുണ്ട്, പുള്ളി അങ്ങനാണ് ഇങ്ങനാണ്. കളയാണോ അല്ലയോ എന്ന് വിവേചിക്കണം. 4, സ്പ്ലിറ്റ് ഉണ്ടാകുക, അഭിപ്രായ വ്യത്യാസങ്ങൾ. ഇതിനെല്ലാം സൊല്യൂഷൻ ഉണ്ട്. ദൈവകൃപയിൽ നിൽക്കണം, സഭ ഒറ്റക്കെട്ടായി പ്രാർത്ഥിക്കണം. ദൈവം സഭയുടെ കൂടെയാണ്, അത് മറന്നു പോകരുത്. ദൈവം സഭയുടെ കൂടെയാണ്. സഭയോട് ചേർന്ന് നിൽക്കണം, സഭയുടെ ഐക്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം പഠിക്കാൻ വരണം. നേതൃത്വത്തിന്റെ ജോലി ദൈവവചനം പറയുക എന്നുള്ളതാണ്. ഉഴപ്പ് പരിപാടി എന്നെ ലേജി പറ്റുന്നില്ല, ചുമ്മാ വായി വരുന്ന ആണ്ടൊക്കെ പറഞ്ഞു. നോ, കോണ്ടെക്സ്റ്റിൽ വെച്ച് കാര്യം വ്യാഖ്യാനിക്കണം. പ്രൈസ് ദി ലോർഡ്. അത് പഠിച്ച് മനസ്സിലാകണം. ചിലർക്കൊന്നും മനസ്സിലായിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസം ഒരാൾ ഒന്നും മനസ്സിലായില്ല, എന്താ ചെയ്യുന്നു? അത് ശരിക്കും പ്രാർത്ഥിക്കണം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ദൈവമേ എന്നെ സഹായിക്കണം. ദൈവം കരുണ ചെയ്യാതെ നമുക്കിതൊന്നും മനസ്സിലാകത്തില്ല. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഭൂമിയിലെ ദൈവത്തിൻ്റെ നിക്ഷേപമാണ് സഭ. സഭാ മിനിസ്ട്രി വലിയ കാര്യമാണ്, പക്ഷെ അത് ഉത്തരവാദിത്തമുള്ള കാര്യമാണ്. ജനത്തെ കൃത്യമായിട്ട് ദൈവവചനം പഠിപ്പിച്ചില്ലെങ്കിൽ ഒരു ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഞാൻ ഹാജരാകും. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ. അവിടെ വന്നപ്പം നീ കളിച്ചോ, നീ തമാശ പറഞ്ഞോ, എൻ്റെ ജനത്തെ വഴിതെറ്റിച്ചോ, ഈ ചോദ്യത്തിന് മുമ്പിൽ ഉപദേശിക്ക് ഒന്നും മിണ്ടാനൊക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഉത്തരവാദിത്തമാണ് ദൈവസഭയിൽ വചനം പഠിപ്പിക്കുക എന്നുള്ളത്. കടന്നു വരുന്ന ജനത്തിൻ്റെ ഉത്തരവാദിത്തമാണ് വചനം മനസ്സിലാക്കി പ്രായോഗികമാക്കി യേശുവിൻ്റെ അനുയായിയാകുക എന്നുള്ളത്. നിങ്ങളെല്ലാവരെ കുറിച്ചും അതാണ്. അല്ലാതെ അനുയായികൾ ഒരു പ്രത്യേക കാറ്റഗറി, ഞങ്ങൾ ശിഷ്യന്മാരുടെ ഗണം, മറ്റുള്ളവരൊക്കെ വിശ്വാസികൾ, അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ശിഷ്യത്വത്തിലേക്കാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. സൺഡേ സ്കൂൾ, യൂത്ത്, വുമൻസ് മിനിസ്ട്രി, പിന്നെന്താ ചാരിറ്റി, പിന്നെന്താ വേറെ അന്ന ഫെലോഷിപ്പ്, മീഡിയ, ദൈവവചന ശുശ്രൂഷ, എല്ലാ കാര്യത്തിനും യു ആർ അക്കൗണ്ടബിൾ. എന്നെ കളിപ്പിക്കാം, എന്നെ കളിപ്പിച്ചാൽ കുഴപ്പമില്ല. കുഴപ്പമെന്ന് പറഞ്ഞാൽ ഞാൻ മാക്സിമം എനിക്ക് ദുഃഖം ഉണ്ടാകും, പ്രാർത്ഥിക്കും. പക്ഷേ തമ്പുരാനെ കളിപ്പിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ചിന്തയുണ്ടെങ്കിൽ നീ നിന്നെ തന്നെ കളിപ്പിക്കുകയാണ്. ഇതിന് അക്കൗണ്ട് കൊടുക്കേണ്ടതാണ്. ഈ മീഡിയയിലൊക്കെ ഉള്ളവർ മുഴുവൻ ആത്മനിറവ് പ്രാപിച്ചോണം. രക്ഷിക്കപ്പെടേണ്ടവർ രക്ഷിക്കപ്പെട്ടോണം. ഞാൻ ചിലപ്പോൾ ഓർക്ക് ഏതായാലും എന്ത് ചെയ്ത് സഹോദരൻ ഇജോട് പറഞ്ഞ ഫ്രണ്ട്, കാരണം എന്താണെന്നറിയാം, ഇതിനകത്തൊരു കെണിയുണ്ട്. നമ്മൾ ഈ ക്യാമറ എല്ലാം കൂടി ഇങ്ങനെ എല്ലാം ലാസ്റ്റിൽ ഈ പ്രസംഗം നമ്മളങ്ങ് വിടും. നമ്മളതിൻ്റെ ആ സൗന്ദര്യവും അതിൻ്റെ അത് ഏത് നിലയിൽ അത് ഒപ്പിടുമ്പോൾ നമ്മളങ്ങ് ആർട്ട് വർക്കലായി പോകും. കെണിയാത്. ഞോ ഇപ്പം അതാണ് ക്യാമറ ഇവിടെ വെച്ചേക്കുന്നു. നിങ്ങൾക്കറിയാം ഞാൻ ഓടുന്ന ഭാഷ അല്ല. ഏത്
ഇപ്പോൾ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, പിന്നെ വാലിച്ച് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ നിൽക്കുക, ഒരു പ്രശ്നവുമില്ല. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. We have to be faithful. My dear brothers and sisters, we have to be faithful. Let us humble ourselves. ഏറ്റവും വലിയ കാര്യം, നേതൃത്വത്തിന് മനസ്സിലായി it is because of us and they humble themselves. ഭയങ്കരമാണ്. നമുക്ക് ഊഹിക്കാൻ കഴിയത്തില്ല. These are people who work miracles every day. വേണ്ടിയവർക്ക് നിൽക്കാം, അല്ലാത്തവർക്ക് പോകാം. ഇതൊന്നും അല്ല പത്രോസ് പറഞ്ഞത്. അവരിതൊന്ന് ചിന്തിച്ചു. അതുപോലെ ഒരു കാര്യം, പന്തിരുവരുടെ കാര്യം നിങ്ങൾ ഞാൻ ഒന്ന് സൂചിപ്പിച്ചല്ലോ. ഒറ്റക്കെട്ട അവരാ തീരുമാനത്തിൽ. പ്ലൂറാലിറ്റി ഇൻ ലീഡർഷിപ്പ് കാണാം. ഒറ്റക്കെട്ട. ലെറ്റ്സ് ടെൽ ദ ജനറൽ ബോഡി ടു പിക്ക് അപ്പ് 7 men who are spirit filled. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുക. ഭിന്നിപ്പിക്കാൻ പിശാച് ശ്രമിക്കും കുടുംബങ്ങളെ. ഈ കുടുംബത്തിലെ ഈ ഭിന്നത, എനിക്കിവിടെ വേണ്ട, എനിക്ക് അയാളെ വേണ്ട. ഒരു പരിജ്ഞാനത്തിലെ വാക്ക് മതി സൊല്യൂഷൻ. ജസ്റ്റ് വൺ വേർഡ് ഓഫ് വിസ്ഡം. ജ്ഞാനമില്ലാതെ വന്ന് പരിജ്ഞാനമില്ലാതെ വരുന്നതുകൊണ്ടാണ് ഈ സ്പ്ലിറ്റുകളെല്ലാം. വൺ വേർഡ്. താഴേണ്ടടുത്തൊന്നത്. ഈ പീറ്ററും ഒക്കെ കൂടെ താണെന്ന് പറഞ്ഞാൽ ക്യാൻ യു ബിലീവ് ദാറ്റ്? എന്നിട്ട് പറയാം, ഓക്കെ, സ്പിരിറ്റ് ഫിൽഡ് ആളുകളെ കൊണ്ടോ, വി വിൽ അപ്പോയിന്റ് ദം. ഡെലിഗേറ്റിംഗ് ദ മിനിസ്ട്രി. അതെന്താ? അവർക്ക് മനസ്സിലായി ഇതെല്ലാം കൂടെ ചെയ്യാൻ നോക്കിയാൽ കൺഫ്യൂഷൻ ഉണ്ടാവും. അറിയാതെയാണ്, അവർ മനഃപൂർവ്വമല്ല, അറിയാതെ അങ്ങനെ ആയിപ്പോയി. സഭ വളരുകയല്ലേ, എല്ലാം ഹാൻഡിൽ ചെയ്യാനൊക്കത്തില്ല. ഇങ്ങനെ ആയിരിക്കണം NLAG. ലെറ്റ് us do it together in the love of Christ, submitting to one another. Praise the Lord. Hallelujah.